ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനാണ് അനി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മരക്കുറ്റിയുടെ മോഡലിലുള്ള. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്തതാണ്. സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അളവിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോയിലും ഇതേ അളവിന് തന്നെയാണ് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 1 ഇഞ്ച് കനത്തിന് വരത്തക്ക രീതിയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അടി സൈഡിൽ 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ ആ സിമൻറ്റ് ഒന്ന് കറക്റ്റ് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നിരത്തി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മോൾഡാണ്. അപ്പോൾ മോൾഡിന് പകരം ഞാൻ എടുത്തേക്കുന്നത് സാധാ മണ്ണ് തന്നെയാണ്, നമ്മുടെ തൊടിയിലേക്കുള്ള മണ്ണ്. അപ്പം അതിന് പകരം മണലായിരുന്നാലും പാറപ്പൊടിയായിരുന്നാലും നമുക്ക് എടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ ഒരു പഴയ കോട്ടൺ തുണിയും. അപ്പോൾ ആ കോട്ടൺ തുണി ആ സിമൻറ്റിൽ നല്ലവണ്ണം ആ തുണിയുടെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ആ സിമൻറ്റിലിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോൾഡിന് ചുറ്റാതെ നല്ലവണ്ണം അത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ തുണി കോട്ടൺ തുണി നമ്മൾ ഒട്ടിക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് സിമൻറ്റ് എളുപ്പത്തിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കെട്ട് കമ്പിയാണ്. അപ്പോൾ കെട്ട് കമ്പി ഇല്ലെങ്കിൽ നമുക്ക് പഴയ നെറ്റായിരുന്നാലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വേണ്ടത് സിമൻറ്റ് പൊടിയാണ്. അപ്പം സിമൻറ്റ് പൊടിയും കൂടെ നമുക്ക് മോൾഡിന് ചുറ്റാതെ ആ തുണിയുടെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ അതും കൂടെ നല്ലവണ്ണം പറ്റിച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമൻറ്റ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ ആ മോൾഡിന് ചുറ്റാതെ എല്ലാ സൈഡിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ റൗണ്ട് ചെയ്ത് തേച്ചെടുക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ വൃത്തിയൊന്നും വേണ്ട, എല്ലാ സൈഡിലും 1 ഇഞ്ച് കനം കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റൗണ്ട് ചെയ്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക നമുക്ക്. അപ്പോൾ ചുറ്റിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മുകൾ സൈഡിലും കൂടെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ മട്ടത്തിന് അവിടെയും കൂടെ കുറച്ച് സിമൻറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വൃത്തിയൊന്നും വേണ്ട, നമ്മൾ കോരി ഒട്ടിക്കുന്ന ആ ഒരു വൃത്തി മതിയാവും. അപ്പം കനം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏകദേശം 1 ഇഞ്ച് കനം നമുക്ക് കിട്ടണം ചെടിച്ചട്ടിയിൽ. അതൊക്കെ തേച്ച് റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ അടിസൈഡിലുള്ള ആ മരക്കുറ്റിയുടെ വേരൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് ഒരുപാട് വെള്ളം ചേർക്കാതെ മീഡിയം കട്ടിക്ക് നമുക്ക് എവിടെയൊക്കെ വേര് വേണോ അവിടെയെല്ലാം കട്ടിക്ക് തന്നെ കരണ്ടിക്ക് തന്നെ കോരി ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ മരത്തിൻ്റെ വേര് ഭാഗം നിങ്ങൾക്ക് എവിടെ വേണോ കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അടി സൈഡിൽ അതിന് ചുറ്റാതെ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാം. അപ്പം വേര് സൈഡൊക്കെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത് നമ്മുടെ മരത്തിൻ്റെ മുട്ടുഭാഗങ്ങളാണ് അടുത്ത് കൊടുക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി കട്ടിക്ക് തന്നെ സിമൻറ്റ് ഒരു 2-3 ലെയർ ഒട്ടിച്ച് കൊടുത്ത് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലൊക്കെ തേച്ചെടുക്കുമ്പം ഏകദേശം ആ മരത്തിൻ്റെ മുട്ടുഭാഗമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ മരത്തിൻ്റെ പുറത്തുള്ള ആ വേരിൻ്റെ അതിന് മുകളിലോട്ട് ആ തടുപ്പൊക്കെ കട്ടിക്ക് തന്നെ സിമൻറ്റ് കോരി ഒട്ടിച്ച് ഒരുപാട് തേച്ചൊന്നും വൃത്തിയൊന്നും ആക്കണ്ട. നമുക്ക് ചെറിയ കരണ്ടികൾ ഉപയോഗിച്ച് തന്നെ അത് കട്ടിക്ക് തന്നെ കോരി ചെറിയൊരു ലെവൽ ചെയ്താൽ മാത്രം മതി. അതെല്ലാം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ തടിയുടെ പുറത്ത് സൈഡിലുള്ള വരകളൊക്കെ കൊടുക്കാനാണ്. അത് ചെറിയൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയൊരു ഒന്ന് കുഴിച്ച് എല്ലാ സൈഡിലും നല്ലവണ്ണം വരകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇനി ആ തടിയുടെ മുട്ടിൻ്റെ ഭാഗത്തുള്ള ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് കുഴിച്ച് ആ ഒടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ അതേ ഒരു ഫീല് വരാൻ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ കളയാം. അപ്പോൾ അതേ കണക്ക് എല്ലാ സൈഡിലും വെച്ചിരിക്കുന്ന ആ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ അതേ കണക്ക് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് താത്തൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പം ഏകദേശം ഒരു ലുക്കൊക്കെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുകൾ സൈഡിലുള്ളത് തേച്ചിരിക്കുന്ന ബാക്കിയുള്ള സിമൻറ്റ് നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വരുന്ന അതിനകത്തുള്ള കട്ട് ചെയ്ത് അതെല്ലാം നമുക്ക് അതിനെ കോരി മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉള്ള സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ട, അതിനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്തും കൂടെ ചെറിയൊരു റൗണ്ടിന് ഒരു വര നല്ലവണ്ണം തെളിച്ചങ്ങിടാം. അപ്പം ആ വര തെളിച്ച് ഏകദേശം ഒന്ന് കുഴിച്ച് തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ ആ വര ഇട്ടതിന് ശേഷം മുകളിലത്തെ ആ റൗണ്ട് ഷേപ്പ് ഏകദേശം ഒന്ന് കുഴിച്ച് വരച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് മുകളിലോട്ടുള്ള ആ വരകളെല്ലാം നമുക്ക് ആ വര മുകളിലത്തെ റൗണ്ട് വരയുടെ വെളിയിലുള്ള ഭാഗത്തും കൂടെ ആ വര കയറ്റി തന്നെ നല്ലവണ്ണം തടിയുടെ പുറത്ത് വരുന്ന ആ ഒരു ഷേപ്പിൽ അവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. ബാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ള മുട്ടിൻ്റെ ഭാഗമൊക്കെ കൊടുത്തേക്കുന്ന അവിടെയൊക്കെ ഒന്ന് സിമൻ്റൊക്കെ കോരി ഒട്ടിച്ചിട്ട് അതിനെയും കൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ബാക്കി വരുന്ന വേരിൻ്റെ ഭാഗം ഒരുപാട് നീളമുള്ളതാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത ഒരു ലുക്കിലൊക്കെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി അവിടെയൊക്കെ ചെറിയ വേരകളൊക്കെ ഇട്ട് കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 ദിവസം നല്ലവണ്ണം നനച്ച് കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം നനച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ഇതിനകത്തും കൂടെ സിമൻറ്റ് ബ്രഷിന് ഒന്ന് വെള്ളത്തിൽ കലക്കി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അക സൈഡും കൂടെ ഒന്ന് വൃത്തി കിട്ടും. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള മണ്ണ് മോൾഡിന് പകരം വെച്ചിരിക്കുന്ന മണ്ണ് എല്ലാം കോരി മാറ്റാം. അപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്ത് നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് സിമൻറ്റ് ബ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മണ്ണ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ആ മണ്ണിൻ്റെ
കളറും മണ്ണിൻ്റെ അംശമൊക്കെ കാണും. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം ഉണക്കിയെടുക്കുക. അപ്പോൾ ഉണക്കിയെടുത്തിട്ട് സിമൻറ്റും മണലും കൂടെ തുല്യ അളവിൽ ചേർത്ത് നല്ല ലൂസിന് മിക്സ് ചെയ്തിട്ട് ബ്രഷിന് തന്നെ സൈഡ് ഒരു 3-4 ലെയർ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്ത് ഉള്ള കാണാനൊക്കെ ഒരു വൃത്തി വരും. അത് കഴിഞ്ഞിട്ട് അക സൈഡും കൂടെ വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം. കരണ്ടി ഉപയോഗിച്ച് തന്നെ വരകളിട്ട് കൊടുക്കാം. അപ്പോൾ ആ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു 1-2 ദിവസം നല്ലോണം നനച്ചു കൊടുത്ത് വെയിലത്തും കൂടെ വെച്ച് നല്ലോണം ഉണക്കിയെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 2-3 ദിവസം കൂടെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കളറ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് നല്ലോണം ഉണങ്ങിയതിന് ശേഷം അടിയിൽ വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് നമുക്ക് ഇളക്കി കളയാം. അപ്പോൾ ആ ചെടിച്ചട്ടിയുടെ അടി സൈഡിലുള്ള വെള്ളമൊക്കെ കളയാനുള്ള ഹോള് റെഡിയാവും. പിന്നെ കളർ കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെയിൻ്റ് എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്.